വരുന്നൊരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം 41 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കരൂർ ദുരന്തത്തിന്റെ നടുക്ക് നമുക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജയ് അവിടേക്ക് കരൂരിൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, പോലീസിന്റെ അനുമതി ഉണ്ടോ? അനുമതി ഇല്ലാതെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? കാരണം മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം റാലികൾ അല്ലെങ്കിൽ ഇത്തരം പര്യടനങ്ങൾക്കൊക്കെ ഉള്ള ജാഗ്രത സംബന്ധിച്ച് കോടതിയിലടക്കം കേസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് നിൽക്കുന്നു, പരിഗണിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. വിജയിയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം എന്തെങ്കിലും ഇക്കാര്യത്തിൽ വരുന്നുണ്ടോ? ടിവികെയുടെ നേതൃയോഗത്തിലാണ് വിജയ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതായത് കരൂരിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവിടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. ഏതായാലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒളിവിലാണ്. അതായത് ആനന്ദ് കുമാർ, നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഇവർ ഏതായാലും ആ സംഘത്തിൽ ഉണ്ടാവില്ല. അതോടൊപ്പം 20 അംഗ സംഘമായിരിക്കും വിജയുടെ കൂടെ പോവുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വന്നിട്ടില്ല. ടിവികെയുടെ നേതൃയോഗത്തിൽ നടന്ന സംഭവങ്ങളുടെ അല്ലെങ്കിൽ ചർച്ചകളുടെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായിട്ടും വിജയ് അവിടെ പോകുമ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കേണ്ടി വരും. വലിയ ആൾക്കൂട്ടമുണ്ടാകും. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിജയുടെ സന്ദർശനം എന്നതിനാൽ ഒരുപക്ഷെ വൈകാരികമായിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിജയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ തമിഴ്നാട്ടിൽ പലയിടത്തും പോസ്റ്ററുകളായി വന്നിട്ടുണ്ട്. അങ്ങനെ വിജയുടെ സന്ദർശന സമയത്ത് ഏതെങ്കിലും പ്രതിഷേധം വന്നാൽ അതും സുരക്ഷാ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പോലീസിന് അനുമതി ഇല്ലാതെ തീർച്ചയായിട്ടും വിജയ്ക്ക് അവിടെ പോകാനാവില്ല. പോലീസ് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോകാനുള്ള അനുമതി തേടി മദ്രാസ് ഹൈക്കോടതിയെ വിജയ് സമീപിച്ചത്. ആ ഹർജി ഇതുവരെ കോടതി പരിഗണിച്ചിട്ടുമില്ല. ഏതായാലും വിജയ് ഏത് നിമിഷവും കോടതിയിൽ നിന്ന് അനുമതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതിന്റെ കൂടി സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്.